ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മീഡിയ എല്ലാം അതിലും വലുതവന്റെ കയ്യിലുണ്ടെങ്കിലും ഒരു പ്രയോജനം അവനുണ്ടാവാൻ പോകുന്നില്ല. മേനോനെ കിട്ടാനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പൃഥ്വിയെയും അറസ്റ്റ് ചെയ്തിരിക്കും. അതെ, അത് തന്നെയാ വേണ്ടത്. താനെന്താ ആലോചിക്കുന്നേ? നാളെ ഇവിടുത്തെ പുതിയ മരുമകൾക്ക് വളയിടുന്ന ചടങ്ങുണ്ട്. അതിന്റെ കാര്യം സംസാരിക്കുന്നത് ഞാനും കേട്ടിരുന്നു. എന്നെ മകനെ അംഗീകരിച്ചിരുന്നെങ്കിലേ തനിക്കായിരുന്നേ ആദ്യം വള കിട്ടിയിട്ടുണ്ടാവുക. എനിക്കെങ്ങനെ തരാനാ? ഞാൻ ഈ യഥാർത്ഥ മരുമകളല്ലല്ലോ. അതിപ്പോ നമുക്ക് മാത്രല്ലേ അറിയൂ. പൂർണിമ ചേച്ചിക്കും അച്ഛനും ഈ വീട്ടിലെ മൂത്ത മരുമകൾ താൻ തന്നെയല്ലേ. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. കിരൺ ഇങ്ങനെയൊന്നും പൂർണിമ ചേച്ചി കേൾക്കുന്ന രീതിയിൽ സംസാരിച്ച് അവർക്ക് ടെൻഷൻ കൊടുക്കരുത്. കിരൺ, നമുക്കിവിടെ കയറാൻ സാധിച്ചതേ വലിയ കാര്യം. 2 വലിയ ലക്ഷ്യങ്ങളാ നമ്മുടെ മുന്നിലുള്ളത്. 1, പൃഥ്വിയെ ഉപയോഗിച്ച് മേനോനെ കണ്ടെത്തുക. 2, അങ്കിളിനെ കൊണ്ട് കിരണിനെ മകനായി അംഗീകരിപ്പിക്കുക. ഈ ലക്ഷ്യങ്ങളിൽ നിന്ന് വേറെ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഇവിടെ താമസിക്കുന്ന സമയങ്ങളിൽ പൂർണിമ ചേച്ചിക്കും മഹിയങ്കളിനും നമ്മൾ കാരണം വേറെ ഒരു ടെൻഷനും ഉണ്ടാവാതെ നോക്കണം. അത് മതി കിരൺ. ഹോമം നടത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തിട്ടില്ലേ പൂർണിമേ? ഉണ്ടമ്മേ. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ഈ ചടങ്ങിന്റെ പ്രാധാന്യം നിനക്കറിയാവുന്നതല്ലേ? അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. എല്ലാം ഭംഗിയായി നടക്കും. തന്ത്രി ഉടനെ തന്നെ എത്തും. ശരി. ഹരേ. ശരി ശരി, സമയായി അമ്മേ, വേഗം വാ. ശരി. പൃഥ്വി, അമ്മ അപ്പച്ചി ഉടനെ എത്തും. ഇനി അച്ഛനും മുത്തശ്ശിയും വരാത്തതിന് ആരെങ്കിലും പരാതി പറയൂ പൃഥ്വി? പൃഥ്വി എന്തേ ആലോചിക്കുന്നേ? ഞാനോ? ഞാൻ എന്താ ആലോചിക്കാൻ? തനിക്ക് വെറുതെ തോന്നുന്നു. അതൊന്നുമല്ല, രാവിലെ മുതൽ ഞാൻ പൃഥ്വിയെ ശ്രദ്ധിക്കുന്നതാ. എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ ചടങ്ങ് നന്നായിട്ട് നടക്കണം. അതിന്റെ ചെറിയൊരു ടെൻഷൻ, അത്രേ ഉള്ളൂ.